വ്ളോഗായിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ എവിടേക്കാണ് പോകണമെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് പറവൂരിലെ ചേന്ദമംഗലത്തുള്ള പാലിയം പുതിയ ദൃക്കോ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇവിടെ 600 വർഷം പഴക്കമുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഭയങ്കര സമാധാനപരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും. നമ്മളിവിടെ എല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തൊഴാം. ഇപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. ഇതിൻ്റെ അടുത്തുള്ള ഈ ആൽമരവും ഈ അമ്പലത്തെ പോലെ തന്നെ ഭയങ്കര പഴക്കമുള്ളൊരു ആൽമരമാണ്. ഇനി കുറച്ച് നേരം നമ്മളിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകണം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്ലാന് പാലിയം പാലസിലോട്ടാണ്. അത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ അമ്പലത്തിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലൊരു വഴിയുണ്ട്. ആ ഒരു വഴി കൂടി പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അങ്ങനെ അവിടെ ഇനി പോകണം. അവിടെ ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് അവിടെയും പോകുന്നത്. നമ്മൾ ഇതുവരെ ആരും പോയിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് ചെന്നിട്ട് നോക്കാം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പാലിയം കൊട്ടാരത്തിലേക്കുള്ള ഒരു വഴിയാണിത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഫ്ലെക്സിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഡച്ചുകാർ പാലിയത്തച്ഛൻ, അതായത് ഈ പാലിയം കുടുംബത്തിലെ മെയിൻ ഹെഡായിട്ടുള്ള പാലിയത്തച്ഛന് സമ്മാനമായിട്ട് കൊടുത്ത പാലസാണിത്. അപ്പോൾ ഈ പാലസ് കൂടുതലായിട്ടും പണിഞ്ഞിരിക്കുന്ന ഡച്ച് വാസ്തുപ്രകാരമാണ് കേട്ടോ. ഇതിപ്പോൾ പാലസിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് ഇവർ പണ്ടുകാലത്ത് യൂസ് ചെയ്തിരുന്ന ടോയ്ലറ്റ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഇതേ കണ്ടില്ലേ, നേരോട്ട് പോയാൽ അവിടേക്കൊന്നും അലൗഡ് അല്ലായിരുന്നു. ഇവിടെയൊക്കെ നന്ദനം ഷൂട്ട് ചെയ്ത് ഒരു ഉണ്ണിയേട്ടൻ്റെ വീടെന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു സ്ഥലമില്ലേ, അപ്പോൾ അപ്പുറത്താണ്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടുത്തെ ഒരു ആ ചേച്ചി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലായിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പോയിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഫോൺ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിൻ്റെ അവിടെയാണ് മറ്റേ ഇവരുടെ ഒരു കാർമുകിൽ വർണ്ണൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന സ്ഥലം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഈ ആൻറ്റിയാണ്. നമ്മളെ ഗൈഡ് ചെയ്തത് ആൻറ്റിയാണ്. ലതാന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഒരു മടങ്ങാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലിയം പാലസൊക്കെ കണ്ടിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ഗേറ്റിലൂടെ പോവാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ നാലുകെട്ട് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, കൊട്ടാരം എന്നല്ല, ഒരു വീട്, ഒരു തറവാട്. അതായത് പാലിയം കുടുംബക്കാർ എന്താണ് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകൾ മാത്രം ഇവിടെ താമസിക്കും. സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ തങ്ങാൻ അനുവാദമുള്ളൂ. അതുപോലെ ഈ ആൺകുട്ടികൾ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഇവിടെ താമസിക്കാം. അത് കഴിഞ്ഞാൽ അവരെയും ഇവിടുന്ന് മാറ്റും. അപ്പോൾ സ്ത്രീകൾ മാത്രമാണ് ഇവിടെ കഴിയുന്നത്. ഇവിടെ കുറച്ച് കുട്ടികൾ ടൂറിനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലസ് പോലെ തന്നെ ഇവിടെയും ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലായിരുന്നു ഉള്ളിലേക്ക്. പിന്നെ ഇവിടെയാണ് നമ്മൾ നന്ദനത്തിലെ കുമ്പിടിയുടെയൊക്കെ സീൻസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പട്ടണത്തിലെ ഭൂതം, അതൊക്കെ ഇവിടെയായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്തിരുന്നത്. ഇത് നാലുകെട്ടിൻ്റെ അടുത്ത് തന്നെ ചേർന്നിട്ടുള്ളൊരു വലിയ കെട്ടിടമുണ്ട്. ഇതാ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഫ്ലാറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ARM സിനിമ കഴിഞ്ഞത് ഈ പലാരം റെസ്റ്റോറൻറ്റിൽ കയറി ഭയങ്കര ടയേർഡായി നടന്നപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.